ഇന്നലെ രാത്രി അവിചാരിതമായിട്ടാണ് ഒരു ന്യൂസ് കണ്ടത് കേട്ടോ. നമ്മളെ മമ്മൂക്കക്ക് ക്യാൻസർ ആണെന്നും സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും തുടർ ചികിത്സക്കായിട്ട് അമേരിക്കയ്ക്ക് പോകാൻ നിൽക്കുകയാണെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു റിയാക്ഷൻ ചാനലത്തെ വീഡിയോസാണ് ഇന്നലെ കണ്ടത്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഡൗട്ട്. കാരണം വേറെ ഇത് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് വേറെ നമ്മളെ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ നിന്ന് ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ന്യൂസ് ഒന്ന് കണ്ടോക്കി. നസ്രം 73-ാമത്തെ വയസ്സിലും യുവത്വം നിലനിർത്തുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. മമ്മൂട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല. നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവെച്ചിരിക്കുന്നു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന 100 കോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടുനിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത്. അങ്ങനെ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു, മമ്മൂട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖറും അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു, അവധിയെടുത്തിരിക്കുന്നു. മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ്ട് 1 മാസത്തോളം ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി. അതിനിടയിൽ ഒരു ട്വീറ്റ് വൈറലാവുന്നത്, വരുൺ ആർ എന്ന പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു. ഷൂട്ടിംഗ് പോസ്റ്റ്പോൺഡ് as Mammootty is not keeping well. He is diagnosed with a serious illness. Dulquer also has taken a break from the schedule of I'm Game, praying for a fast recovery of Mammootty. വരുണിന്റെ ഈ ട്വീറ്റ് പൊടുന്നതിനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി. നിരവധി ആളുകൾ സംശയങ്ങൾ, വാട്ട് ഈസ് ദിസ് ന്യൂസ് ഓൺ ഇൻസൈഡ് ബിറ്റ്വീൻ സുബർദിത്ത് Mammootty taking break എന്നൊക്കെ any legitimate scope. വരുൺ മറുപടി ഇട്ടിരിക്കുന്നു, colon cancer, planning to go to US for treatment, now in Apollo Chennai. കുടലിന് ക്യാൻസർ ആണെന്നും അദ്ദേഹം ചെന്നൈയിൽ അപ്പോളോയിലാണെന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നു എന്നാണ് വരുണിന്റെ കുറിപ്പ്. ശ്രദ്ധേയമായ മറ്റൊരു കുറിപ്പ്, മഹേഷ് നാരായണൻ പടം ഇക്കായ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഡ്രോപ്പ് ആയെന്നും പോസ്റ്റ്പോൺ ചെയ്തു എന്നുമൊക്കെ റൂമേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ. പുള്ളി ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലെന്നും ഇനി ആക്ഷൻ പടങ്ങൾ ഉണ്ടാവില്ലെന്നും ഒക്കെ കേൾക്കുന്നു. ഇത്തരത്തിൽ ആ ട്വീറ്റും അതിന്റെ ചർച്ചകളും തുടരുകയാണ്. വാസ്തവത്തിൽ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു? ക്യാൻസർ ബാധിതനാണോ? ഷൂട്ടിംഗ് മുഴുവൻ നിർത്തിവെച്ചിട്ടുണ്ടോ? ഇനി അഭിനയം സാധ്യമല്ലാത്ത സാഹചര്യമുണ്ടോ? വിശദമായി തന്നെ വിഷയത്തെക്കുറിച്ച് ഞാൻ മണിക്കൂറുകൾ മെനക്കെട്ട് മെഡിക്കൽ മേഖലയിലും സിനിമാ മേഖലയിലും അന്വേഷണം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, മമ്മൂട്ടി തൽക്കാലത്തേക്ക് ഷൂട്ടിങ്ങിന് ബ്രേക്ക് എടുത്തു എന്നത് വാസ്തവമാണ്. കഴിഞ്ഞ കുറെ കാലമേ മമ്മൂട്ടി അകാരണമായി ഛർദ്ദിക്കുമായിരുന്നു. ഈ ഛർദ്ദിയെ തുടർന്ന് അമൃതയിലും ആസ്റ്ററിലും കാണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട്. മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചിലരോട് പറഞ്ഞ് അമൃതയിൽ കാണിച്ചതാണ്. അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്ററിൽ കാണിച്ചതാണ്. പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി. കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്. അത് ഗൗരവമായ ഒരു സ്റ്റേജിലെ അല്ല, 1ാമത്തെ സ്റ്റേജാണ്. തുടർന്ന് ചെന്നൈ അപ്പോളോയിലേക്ക് മാറ്റുകയായിരുന്നു. മമ്മൂട്ടിയുടെ മകൾ സുറുമയുടെ ഭർത്താവ് അപ്പോളോയിലെ ഡോക്ടറാണ്. അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി പേടിക്കാൻ ഒന്നുമില്ലെന്നും പ്രാഥമികമായ ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് തുടർന്നും അഭിനയിക്കാൻ ഒരു തടസ്സവുമില്ല എന്നും വ്യക്തമായിട്ടുണ്ട്. വളരെ വിശദമായ പരിശോധനകളാണ് നടത്തിയത്. അതുകൊണ്ടാണ് മലദ്വാരത്തിൽ ക്യാൻസർ എന്ന തരത്തിലൊക്കെ ചില വാർത്തകൾ പറയുന്നത്. വാസ്തവത്തിൽ ചെറിയ ക്യാൻസറിന്റെ തുടക്കം മാത്രമാണ് എന്ന് വ്യക്തമായി. ബയോപ്സിക്ക് അയച്ചു, അതും സ്ഥിരീകരിച്ചു. തുടർന്ന് റേഡിയേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ തന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു. ഏറെ വൈകാതെ മമ്മൂട്ടിക്ക് റേഡിയേഷൻ ഉണ്ടാവും. ആ റേഡിയേഷനോടുകൂടി ഇത് അവസാനിക്കും എന്നാണ് മെഡിക്കൽ സംഘം പറയുന്നത്. മറ്റ് കീമോ അടക്കമുള്ള ചികിത്സകൾ ആവശ്യമില്ല. ആ റേഡിയേഷനിലൂടെ മമ്മൂട്ടിയുടെ രോഗം മാറും എന്നാണ് മമ്മൂട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതായത് പേടിക്കേണ്ടതായി ഒന്നുമില്ല. ക്യാൻസറിന്റെ ചെറിയ തുടക്കമായിരുന്നു. ചെന്നൈ അപ്പോളോയിൽ അത് പരിശോധിച്ച് കണ്ടെത്തി. മമ്മൂട്ടിയുടെ മകൻ സ്വന്തമായി വലിയ പേരുള്ള നടനാണെങ്കിലും വാപ്പച്ചാണ് ദുൽഖറിനെല്ലാം. അതുകൊണ്ട് തന്നെ വാപ്പച്ചിക്ക് രോഗം ബാധിച്ചു എന്ന് വാർത്ത വന്നപ്പോൾ ദുൽഖറും എത്തി. അങ്ങനെ കുടുംബസമേതം അവർ മമ്മൂട്ടിയെ ആശുപത്രി കാണിക്കുന്ന ഒരു കുഴപ്പവുമില്ല. ഈ ദിവസങ്ങളിൽ റേഡിയേഷൻ ആരംഭിക്കുമെന്നും ഏപ്രിൽ 2ാം വാരത്തിൽ തന്നെ മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിംഗിലേക്ക് മമ്മൂട്ടി തിരിച്ചു വരുമെന്നുമാണ് മഹേഷ് നാരായണൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത്. ഞാൻ അവരുമായി ബന്ധപ്പെട്ട് ചിലരോട് സംസാരിച്ചു. അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇപ്പോൾ കുഞ്ചാക്ക അടക്കമുള്ളവരുടെ സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി ഏപ്രിൽ പകുതിയാകുമ്പോഴേക്കും വരും. ഈ പറയുന്നതൊക്കെ ഊഹാപോഹങ്ങളാണ്, അങ്ങനെയൊന്നുമില്ല. മമ്മൂട്ടി ഏതാണ്ട് പൂർണ്ണ ആരോഗ്യവാൻ തന്നെയാണ്. എന്നാൽ ചില രോഗങ്ങളുണ്ട്, അത് കണ്ടെത്തി അവയ്ക്ക് ശേഷം തിരിച്ചു വരുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞത്. അതേസമയം മഹേഷ് നാരായണൻ എടുക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളുണ്ട്. ബ്രിട്ടനിലുള്ള 2 പേരാണ് സിനിമയ്ക്ക് പ്രധാനമായും ഫണ്ട് ചെയ്യുന്നത്. അവരുടെ ഫണ്ടിംഗ് സോഴ്സിനെ കുറിച്ചൊക്കെ പരാതികൾ ചിലയിടങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. കൃത്യമായി ഫണ്ട് കൊടുക്കാൻ കഴിയുന്നില്ലെന്നും. അപ്പോൾ കണ്ടല്ലോ, അസുഖം ആർക്കും എപ്പോഴും വരാം, എങ്ങനെയും വരാം. അപ്പോൾ ഇന്നലെ കുറേ റിയാക്ഷൻ ചാനലിൻ്റെ വീഡിയോസിലും കണ്ടു മമ്മൂക്കൊക്കെ സുഖമല്ല, സീരിയസ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാണ്ട് ഭയങ്കര ഓരോ ന്യൂസ് വരുന്നത്. അപ്പോൾ നമ്മളെന്താ പറയുക, ക്യാൻസർ പറഞ്ഞൊരു മഹാമാരി, പ്രത്യേകിച്ച് മമ്മൂക്ക പറഞ്ഞാൽ അങ്ങനെ ഹെൽത്ത് നോക്കണ ഒരാളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേറൊരു വീഡിയോസ് കണ്ടു. അങ്ങനെ ഒന്നുമില്ല, വെറുതെ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞാണ്ട് വേറൊരു ന്യൂസ് ഉണ്ട്. ആ ന്യൂസ് കണ്ടു നോക്കി.
കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലെമ്പാടും പരന്നത്. മമ്മൂട്ടിക്ക് കുടൽ ക്യാൻസർ ഉള്ളതായി കണ്ടുപിടിച്ചതായും ചികിത്സയ്ക്കായി ചിത്രീകരണത്തിൽ നിന്ന് മാറിയതായും ഒക്കെ നിരവധി വാർത്തകൾ വന്നു. ശ്വാസതടസ്സത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും ചെന്നൈയിൽ വീട്ടുകാർക്കൊപ്പം വിശ്രമത്തിലാണെന്നും ഒക്കെ വാർത്തകളിൽ പറയുന്നു. ഇപ്പോഴിതാ ഇത്തരം സംശയങ്ങൾക്ക് ഒഫീഷ്യലായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് മമ്മൂട്ടിയുടെ PR ടീം. പ്രചരിക്കുന്ന കാര്യങ്ങൾ സത്യമല്ലെന്നും മമ്മൂട്ടി ആരോഗ്യവാനാണെന്നും PR ടീം വ്യക്തമാക്കുന്നു. അത് തികച്ചും വ്യാജമായ ഒരു വാർത്തയാണ്. റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നതിനാൽ അദ്ദേഹം അവധിയിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ നിന്നും ഇടവേള എടുത്തിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മോഹൻലാലിനൊപ്പം മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിംഗിലേക്ക് എത്തും. മമ്മൂട്ടിയുടെ PR ടീമിന്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന വേഷത്തിലെത്തുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ ശ്രീലങ്കയിൽ പൂർത്തിയായിരുന്നു. മലയാള സിനിമയിലെ രണ്ട് വലിയ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒരു പതിറ്റാണ്ടിലേറെ കാലത്തിനു ശേഷം സ്ക്രീനിൽ ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയാണ് ഈ സിനിമയ്ക്ക്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര എന്നിവരും ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട്. ഏതായാലും മമ്മൂക്ക ആരോഗ്യവാനായിരിക്കുന്നു എന്നറിഞ്ഞതിൽ ആശ്വാസത്തിലാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന മലയാളികൾ ഓരോരുത്തരും. ഇതെല്ലാം കഴിഞ്ഞാണ് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് വേറെ ഒരു ഡോക്ടറെ വീഡിയോസ് കാണുന്നത് കേട്ടോ. ഡോക്ടർ പറയുന്നുണ്ട് മമ്മൂക്കൻ്റെ അസുഖവും കാര്യങ്ങളൊക്കെ മമ്മൂക്കൻ്റെ പറയുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ കറക്റ്റ് ആ വീഡിയോസ് കണ്ടപ്പോഴാണ് നമ്മൾ എത്രത്തോളം ഉണ്ട് ഏതാണെന്നുള്ളത് ആ ഡോക്ടർ കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ചെറുങ്ങനെ ഒരു സംശയം ചെറുതൊരു സ്ഥിരീകരിച്ചിട്ടുള്ളൂ. പക്ഷെ അതിന് ഒരുപാട് ആൾക്കാർ ഭയങ്കര രീതിക്ക് തീരെ സുഖമല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ കരുതി ഫേക്കാണ്, ഈ നടന്മാരെയൊക്കെ പറ്റിയാണ്ട് വെറുതെ ഗോസിപ്പുകൾ അടിച്ചുണ്ടാക്കണ ഒരുപാട് ടീമുണ്ടല്ലോ, അങ്ങനത്തെ ഇതിൽ പെട്ടതാണെന്ന് കരുതി. പിന്നെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഗൂഗിളിലും കാര്യങ്ങളിലൊക്കെ കുറേ നോക്കി, യൂട്യൂബിലും ചാനലുകളിലും അങ്ങനെ കുറേ നോക്കിയപ്പോഴാണ് കുറച്ച് ന്യൂസ് കിട്ടിയത്. അപ്പോൾ അതിൽ പറയുന്നത് ചെറുങ്ങനെ ഒരു ചെറിയ സിംറ്റംസ് ഉണ്ട്, അപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ തിങ്കളാഴ്ച തൊട്ട് ചികിത്സ തുടങ്ങും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ക്യാൻസർ എന്നുള്ള മഹാമാരി നമ്മളെല്ലാവരും തൊട്ട് കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാരണം അത്രയും ഡേഞ്ചർ ആയിട്ടുള്ളൊരു അസുഖം വേറെ ഒന്നുമില്ല. ഉണ്ടായാൽ പിന്നെ നമുക്ക് നമ്മളെ കാര്യം പോക്കാണെന്നില്ല. ഇപ്പോൾ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിലും വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും അതിനാളും തരമൊന്നുമില്ല, പ്രായം ഏജും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ പ്രസവിച്ച് വീണ ആൾക്കാർക്ക് വരെ ക്യാൻസർ ഉണ്ട്, വാർദ്ധക്യം വ്യാപിച്ച ആൾക്കാർക്കും ഉണ്ട്. പക്ഷേ ഈ ഒരു അസുഖത്തിന് ആ ഈ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് അല്ലേ. എൻ്റെ ഇതിൽ തന്നെ ഇപ്പം എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ക്യാൻസർ വന്നാണ്ട് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു മഹാ അസുഖത്തിൽ നിന്ന് നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. ഈ പുണ്യ റമദാൻ്റെ രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനും നീയും എല്ലാവരും നമ്മളെല്ലാവരും എന്നെ കാക്കട്ടെ, മക്കളെ കാക്കട്ടെ എന്നല്ല, നമ്മളെല്ലാവരും ആ അസുഖത്തെ തൊട്ട് കാക്കട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.